ഇന്നത്തെ എൻജോയ്മെന്റ് വെഡിങ് സ്ട്രീറ്റിലാണ് സമർപ്പിച്ചു. ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. എന്താണ് സ്പെഷ്യൽ? യെസ്, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, സ്റ്റോറിയും ഒക്കെ ഇട്ടിരുന്നു. അപ്പൊ എന്തായാലും ഇന്ന് വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ വ്ളോഗാണ്. ഇനിയിപ്പോ ഞങ്ങൾ ജസ്റ്റ് കോഴിക്കോട് പോയി വരാമെന്ന് വിചാരിച്ചു. കുറച്ച് പരിപാടികളുണ്ട്, അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യാ. എന്തൊക്കെ പരിപാടികളെന്ന് നമ്മൾ പറയാം അല്ലേ? അപ്പൊ ഞങ്ങള് ട്രെയിനിനാണ് പോകുന്നത്, പരപ്പനങ്ങാടി ടു കോഴിക്കോട്. തിരുവനന്തപുരം പന്ത്രണ്ടരക്ക് കയറിയതാണ്. സമയം 2:30 മണിയായി. എല്ലായിടത്തും നിർത്തിയിട, 1/2 മണിക്കൂർ 3/4 മണിക്കൂർ നിർത്തിയിട. എന്താ അവസ്ഥ? സമയം എത്രയാ? ഞങ്ങള് അത്യാവശ്യം ലോങ് ട്രാവൽ ചെയ്ത് വന്ന ഒരു ഫീല് ഞങ്ങൾക്ക് അല്ലേ? 2 മണിക്കൂറൊക്കെ ട്രെയിനിലിരുന്ന് കോഴിക്കോട്ടേക്ക് പരപ്പനങ്ങാടി. കൊട നോക്കൂ ഗൈസ്, വെറൈറ്റി അല്ലേ? ഇനി ആദ്യത്തെ പരിപാടി ഫുഡ് കഴിക്കണം അല്ലേ? നല്ല ബിരിയാണി സ്പോട്ട് തപ്പട്ടെ. ഗൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ബിരിയാണി ഒക്കെ കഴിച്ച് ഇറങ്ങി ഗൈസ്. നല്ല ബിരിയാണി അല്ലേ? ഞങ്ങള് എന്താ പറയാ, അലീഖാന്റെ ബിരിയാണി പോയി, പക്ഷെ അത് കിട്ടിയില്ല, അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ ഇവിടുത്തെ മുട്ടായിത്തെരുവിൽ വെറുതെ കയറിയതാ, പക്ഷെ നല്ല ബിരിയാണി, കല്യാണ ബിരിയാണി. ഇനി അടുത്ത പരിപാടി ഡ്രസ് എടുക്കണം. അനുവിന്റെ ഡ്രസ് എടുക്കണം ആദ്യം, ആ പരിപാടിയിലേക്ക് കടക്കാം. കൊള്ളാം അല്ലേ? ഇതിൽ അവസാനിക്കുന്നില്ല, ഇത് വന്നത് കണ്ടപ്പോ നല്ല ഇഷ്ടമായി, അപ്പൊ ഇത് എടുക്കാന്ന് വിചാരിച്ചു. രണ്ട് ടോപ്പ് 500. വേറെ അതല്ലേ ഇതില്ലാത്ത. അപ്പൊ ഒന്നെടുത്തു, ഇനി അടുത്ത ഷോപ്പിൽ കയറാം. എല്ലായിടത്തും കയറണല്ലോ. ഞങ്ങൾക്ക് സാധനം വാങ്ങിച്ചത് കളറ് നന്നായിട്ടൊരു അൽക്കുൽക്കാണ്. ഉണ്ടല്ലേ? ഇനി എന്താ അവിടെ എന്താണ്? ചുരിദാർ സെറ്റ് എടുത്ത് ഒരു ടോപ്പ് എടുക്കോ? ഇനി എന്താ എന്ത് വേണേ അനക്ക് എടുക്കാം. അനക്ക് ഇനി എന്താ വേണ്ട നോക്ക്, ഒന്നുകൂടി എടുത്തോ. എന്തെങ്കിലും ഇവിടെ വന്നല്ലേ, വാരി 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 പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റിന്റെ സാധനം, ക്ലോത്ത് ഒക്കെ അടിപൊളിയാ. എന്താ കട കാലിയാക്കി എന്തോ പ്രയോജനം തോന്നുന്നു. നമുക്കാണ് അർജന്റീന ചേച്ചി. എന്തിനാണ് ഇനി അടുത്ത ഇംഗ്ലണ്ടിനെ കളി തോൽക്കാനുള്ളല്ലോ, വെറുതെ മുതലാവല്ലോ. 150 ഇത്രയൊക്കെ ഉണ്ടോ? അജോനൊരു വണ്ടി വാങ്ങല്ലേ, അല്ലെങ്കിൽ ശരിയാവില്ല, അല്ലെങ്കിൽ അടിയാവും. ഡ്രസ്സൊക്കെ എടുത്ത് കാണുമ്പോ ഓനൊന്നും
എനിക്ക് ഞാൻ എന്നിട്ട് ഒറ്റ കളിക്കാൻ നോക്കിയല്ലോ. അപ്പൊ പച്ചാണി പച്ച വാങ്ങിക്കോ, ചോപ്പാണി ചോപ്പ് വാങ്ങിക്കോ. അജുവിന് റെഡ് ഒക്കെ ഇഷ്ടമാണ്. എന്നാ എടുത്തോ. എന്നാ അജുവിനെ കൊണ്ടുവന്നില്ലാന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും പരാതിയാണ്. കൊണ്ടുവരാത്തല്ല, അവനോട് ചോദിച്ചതാ. അവന് സ്കൂളിൽ പോകാൻ ഡ്രസ്സ് പറയും. ഞങ്ങള് പോകുന്ന പറഞ്ഞപ്പോ ഞങ്ങളോട് നിങ്ങള് പോണ്ട, ഞാൻ സ്കൂളിൽ പോകണം, സ്കൂളിൽ ലീവാക്കാൻ പറ്റില്ല, സ്കൂൾ ലീവാക്കാൻ പറ്റില്ല, നിങ്ങള് പോണ്ട, രാത്രി പോവാം, വൈകുന്നേരം വന്നിട്ട് പോവാം. പിന്നെ ഓന്റെ താല്പര്യല്ലേ, ഓന് പോണം തോന്നി, അപ്പൊ ഓൻ പോയി. നിർബന്ധിക്കാൻ നീ വൈകുന്നേരം രാത്രി കേക്ക് മുറി ഉണ്ട്, അപ്പൊ എന്തായാലും ഓന് ഞങ്ങളെ കൂടെ ഉണ്ടാവും അല്ലേ. ഒരു പാന്റ്, അനുവിന്റെ ഒരു പാന്റും കൂടി എടുത്തു. ഞാന് പൊളിക്കും. നമ്മളെ നാട്ടിൽ നിന്ന് ഒരു ഡ്രസ് എടുക്കണേ അല്ലേ. മൂന്ന് ഡ്രസ്സല്ല, ഒരു പാന്റ്, ടോപ്പ്. തിരക്കായി വരുന്നുണ്ട്. ഇനി വൈകുന്നേരം ആകുമ്പോ തിരക്ക് കൂടുതലേ. നീ എന്താ റെഡി? ഓക്കെ ഗൈസ്, ഇനി ഒരു സ്പൂൺ എടുക്കണം. ഗൈസ് അങ്ങനെ ഈ അനുവിന്റെ എനിക്ക് ഷൂ. അതും കൂടി എടുത്താൽ പരിപാടി കഴിഞ്ഞല്ലേ. 5 വണ്ടി ഇട്ടു, 5 3:40 നമ്മൾ പരിപാടി കഴിഞ്ഞു. കഴിഞ്ഞിട്ടില്ല, ഷൂ കൂടി എടുക്കണ്ട. കഴിഞ്ഞ പരിപാടികൾ കഴിഞ്ഞു. നമ്മൾ പെട്ടെന്ന് എടുത്തന്നെ കേട്ടാ. കൂടുതൽ കേറി ഇറങ്ങാതെ കാണുന്നതൊക്കെ സെറ്റാക്കി. ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ടാവും. എന്തൊരു വില കുറവൊന്നും വേണ്ട. ഇപ്പൊ കൊറേ എടുത്തില്ലേ. ഞാൻ അതുകൊണ്ട് പിന്നെ ഈ ഡ്രസ്സൊന്നും വേണ്ടെന്ന് പറഞ്ഞു. കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട് എടുക്കാം. ടൈമുണ്ടല്ലോ, എനിക്ക് അവസരം തരാം. ഷൂ പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും അത്യാവശ്യമാണ്. കോസ്റ്റ്യൂം ഇങ്ങനെ ഇടക്കിടക്ക് മാറും, ഷൂ മാറില്ല. എന്നാലും 2-3 സെറ്റ് ഉണ്ട്. പക്ഷെ എന്നാലും ഒക്കെ അങ്ങനെ പൊളിഞ്ഞ് പൊഞ്ഞ് പുതിയതൊന്നും എടുക്കാൻ വേണോ. എത്ര പൈസക്കാം? അതെത്ര? അതെടുത്താനോ? അത് അജുവിന് കൊടുക്കാലോ. നമ്മള് പുറത്തുനിന്ന് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ 500-400 കൊടുക്കേണ്ട സാധനം. വെള്ളം സാധനങ്ങളായി. വെള്ളക്കുപ്പി വാങ്ങി 150 രൂപയ്ക്ക് 2 വെള്ളം. ഇനി ചെറുതൊന്നും മതി. ഇന്നത്തെ എൻജോയ്മെന്റ് വെഡിങ് ആനിവേഴ്സറി സ്ട്രീറ്റിലാണ് സമർപ്പിച്ചു. കൊറേ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്തിട്ടില്ലേ. എന്ത് ഓപ്പോ ഏപ്പോ 10 രൂപയ്ക്ക് അജുൻ വാങ്ങിയത്. 50 രൂപ എത്രയാണ്? ലോക്കല് സാധനങ്ങളാണ്. അത് വാങ്ങണേന്ന് 50 രൂപ ഇങ്ങോട്ട് വരുന്നു. പക്ഷെ നല്ല സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. വില നോക്കി എടുത്താ മതി. ഷൂ എടുക്കാം. അയ്യോ, അങ്ങനെ ഷൂ എടുത്തു. ക്ഷീണം മാറും. നീ ചിലപ്പോ 2 മണിക്കൂർ ഇരിക്കേണ്ടി വന്നാലോ ട്രെയിനിൽ, പറയാൻ പറ്റില്ല. ലോക്കലല്ലേ പോള്. ചക്ക ഫ്രൈ, ചക്ക ഇങ്ങനെ കൊറേ വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ തിന്നാനൊരു പൂജ അല്ലേ. കുന്നോക്കല്ലേ. ഞങ്ങളൊരു 50 ഗ്രാം വാങ്ങാൻ പോകുന്നു. 50 ഗ്രാം 50 രൂപ. ഞങ്ങള് ഫ്രൈ ചക്ക വാങ്ങിയേ. ടേസ്റ്റ് നോക്കണം. 80 രൂപക്ക്
ഇതിലെത്ര ഉണ്ടെന്ന് അറിയില്ല. എന്തായാലും ടേസ്റ്റ് നോക്കിയിട്ട് ഞങ്ങൾ പറയാം. ഇനി നേരെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോവാം. ഇപ്പൊ സമയം എത്രയായി? അയ്യോ വണ്ടി 4:15 5:15 വണ്ടി. അവിടെ പോയിട്ട് കുറച്ചു നേരം ഇരിക്കാം. അതുപോലെ ചായ ഒക്കെ കുടിച്ച് ഇരുന്ന് മെല്ലെ പോവാം. ഞങ്ങളുടെ മുന്നില് ഇപ്പോ വന്ദേ ഭാരത് ചക്ക തിന്നോ? ചക്ക ആൾക്കാര് എല്ലാം വന്ദേ ഭാരതൊക്കെയല്ലേ? കുറെ ആഗ്രഹിക്കുന്ന ഈ സാധനം. ₹50 മുതലാണിത്. അതിനെല്ലാം ഉണ്ട് കേട്ടോ. 1600 രൂപ കിലോന്. ഇപ്പോഴും ട്രെയിൻ വന്നിട്ടില്ല. സമയം എത്ര ഇപ്പൊ? 5:15 വരാന്ന് പറഞ്ഞ ട്രെയിന് ലേറ്റ് ആണ്. 5:45 എത്തുള്ളൂ. ഇനി ലേറ്റ് ആവുമെന്ന് അറിയില്ല അല്ലേ ഗൈസ്? വണ്ടി വരുന്നുണ്ട്. 5:40 ആയിട്ടുണ്ട്. അപ്പൊ പോവല്ലേ? ഇങ്ങനെ ഞങ്ങള് പരപ്പനങ്ങാടി ഇറങ്ങി. അപ്പൊ ഗൈസ് ഞങ്ങള് ഇനി നേരെ വീട്ടിൽ പോയിട്ട് വേണം. അജുവിനെ കൂട്ടിയിട്ട് വേണം കേക്ക് മുറിക്കാൻ പോവാൻ. ഗൈസ് അജു നിങ്ങൾ എവിടെ പോയത് അറിയാമെങ്കിൽ ഇത് പറഞ്ഞു. കോഴിക്കോട് സാധനം വാങ്ങിക്കാൻ. ഇതെന്താ ഞങ്ങള് ഇത് പറയാത്ത? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്താ പറയാത്ത? ആദ്യം ഒരു സാധനം തരാം. ഇതെന്താ പറയാൻ പറ്റുമോ? എന്താ ചിപ്സോ? കണ്ണുപൂട്ട് ഫുള്ള് പൂട്ട്. കടിക്ക് പൊട്ടിക്ക്. എന്താ നീ വേറെ സാധനം ഉണ്ട്. 1 2 3 സ്റ്റാർട്ട്. പാടൽ ഇരണ്ടുക്കും നടുവിലെ ഇതയത്തിൻ മുറയടൽ. വന്ദേ ഭാരത്. സന്തോഷായ എന്നാ പറയും. നോക്കി പറയും. അമ്മനോട് ഹാപ്പി ആയിച്ചൊക്കെ. നമുക്ക് ഡ്രസ് വാങ്ങി. എനിക്കൊരു സാധനം വാങ്ങി. അമ്മ വാങ്ങി തന്നെ. ഇവിടെ ഒരാള് ഡ്രസ് ഒന്നും വാങ്ങി കൊടുത്തിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഇവിടെ ടെസ്റ്റ് അടിച്ചു. ഒന്ന് കാണിച്ച ഡ്രസ് കാണിക്കേ. ചിലരെ അഭിപ്രായം പറയൂ ഗൈസ്. ടോപ്പ് നമ്മളെ ചേച്ചി വന്നിട്ടുണ്ട്. അതില്ലേ നിങ്ങൾ നേരെ കേക്ക് കുടിക്കാൻ പോകും. എങ്ങോട്ടാ അറിയാ പോലെ സബാസ്കർ. അപ്പൊ ബൈ ബൈ. ഗൈസ് അങ്ങനെ ഞങ്ങള് കേക്കൊക്കെ വാങ്ങി സബാ സ്ക്വയറിൽ എത്തിയിരിക്കുകയാണ്. പറയും കാര്യങ്ങൾ പറയും. ഇവിടെ ആരൊക്കെ ഉണ്ട് അതൊക്കെ പറയും. പിന്നെ ഒരാളും കൂടി ഉണ്ടല്ലോ. അതാരാ? ഒരു മാമനുണ്ടല്ലേ? വരുന്നല്ലേ?
എത്ര ഇട്ട് കണ്ടിക്കണേക്ക് അറിയില്ല അറിയില്ലേ പേരറിയില്ല അല്ലേ ആവശ്യമൊന്നുമില്ല കിട്ടണ്ട് മനസ്സിലിട്ടാ നെഞ്ചിൻമിടികൾ പോലെ ഉയരായി ചേർത്തിടാം ഒരു വരീണം പോലെ മറുതിരിയിൽ നാളം പോലെ ഇഴപിരിയാതെന്നും നമ്മൾ എൻ കനിയേ ശോണമുകിലേ. അപ്പൊ ഗൈസ് ഞങ്ങളെ കേക്ക് മുറി പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് വീട്ടിൽ പോവാണേ. അതെ കേക്ക് ബാക്കി കേക്ക് അബി വീട്ടിൽ കൊണ്ടാന്ന് പറഞ്ഞ അബിന്റെ അമ്മക്ക് കൊടുക്കാം. അജ തെറ്റിയിരിക്കാണ് അവിടെ കളിക്കാൻ വിടാത്തോണ്ട് അനി പോയി അത്രേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പോ വൈൻഡപ്പ് ചെയ്യലേ ഇനി പരിപാടി ഒന്നും ഇല്ലല്ലോ. അപ്പൊ ശരി ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ സി യു അടിക്കേ ബ്ലൂം.